അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അവരുടെ അദ്ദേഹത്തിന്റെ ഗുരുവരെയായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹു വളരെ സുന്ദരമായി ഒരു നസീഹത്ത് നടത്തുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ഇമാമുകളെയും വിശ്വാസികളെ മുഴുക്കയും ശിർക്കും കുഫ്റും ആരോപിച്ച ആ ഒരു ശിഷ്യനെ ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം ഉപദേശിച്ചൊരു ഉപദേശം ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് തുടങ്ങുന്ന ആ ഉപദേശം ഞാൻ മുഴുവനായി വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, നീ നിർത്തണം. മുസ്ലിമീങ്ങളെ തക്ഫീർ കുഫ്ർ ആരോപിക്കുന്നതിൽ നിന്നും ശിർക്ക് ആരോപിക്കുന്നതിൽ നിന്നും നീ അവസാനിപ്പിക്കണം. നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടണം. ഫൈൻ സമയത മിൻ ഷഖ്സിൻ, അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതാണത്. ഫൈൻ സമയത മിൻ ഷഖ്സിൻ അന്നഹു യഅതഖിദു തഅ്തീറ ദാലികൽ മുസ്തഗാഥി ബിഹി മിൻ ദൂനില്ലാഹി ഫഅരിഫ്ഹു സവാബ്. ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന്, വിശ്വാസിയിൽ നിന്ന് ആ ഇസ്തിഗാഥ ചെയ്യപ്പെടുന്ന, സഹായം ചോദിക്കപ്പെടുന്ന ആ മഹാന് വല്ല സ്വന്തമായ കാര്യം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ, സ്വന്തമായി ഉപകാരം ചെയ്യുവാനോ സ്വന്തമായി ഉപദ്രവം തടുക്കുവാനോ ഉള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു എങ്കിൽ എന്നാലും പെട്ടെന്ന് ശിർക്കാക്കരുത്. അദ്ദേഹം പറയുന്നു, അരിഫ്ഹു സവാബ്, ഇസ്ലാമിന്റെ തത്വം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കണം. വഅബില്ലഹുൽ അദില്ല, തെളിവുകൾ ആണെങ്കിൽ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം. എന്തിന്? അല അന്നഹു ലാ തഅ്സിറ ലിഗൈരില്ല, അല്ലാത്ത ഒരാൾക്കും ഇവിടെ ഇസ്തിഖ്ലാലില്ല, സ്വന്തമായി ചെയ്യാൻ ഒരു കഴിവുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഫഇന്നബ, അതിൽ നിന്നും അവൻ വിട്ടുനിന്നാൽ, വിലങ്ങിയാൽ, അതിനവർ കൂട്ടാക്കുന്നില്ല, മനസ്സ് വെക്കുന്നില്ല എങ്കിൽ അപ്പമാത്രം ഫകഫിറുഹു ഹീനഇദിൻ ബിഖുസൂസിഹി, അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് ആ ഒരു വ്യക്തിയെ ബിഖുസൂസി വേണമെങ്കിൽ നീ കാഫിറാക്കിക്കോ. ലാ സബീല ലക ഇലാ തക്ഫീരി സവാദിൽ ആലമിനൽ മുസ്ലിമീൻ, ഈ ഭൂരിപക്ഷ മുസ്ലിം വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ നിനക്ക് കാഫിറാക്കുവാൻ ഒരു വഴിയുമില്ല എന്ന് സ്വന്തം ഗുരുവര്യരായ ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന് ഉപദേശിച്ചിട്ടുണ്ട്.